ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിൽ 4ാമത്തെ പാഠം അപ്പൂപ്പൻ താടി നമ്മുടെ 4ാമത്തെ യൂണിറ്റ് അവസാനത്തെ ഭാഗത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ സവാരി എന്നൊരു കവിതയാണ്. ബാക്കി എല്ലാ ചാപ്റ്ററിന്റെ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർക്കാണ് മലയാളം സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മലയാളം മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? സവാരി. സവാരി എന്ന് വെച്ചാൽ എന്താ? യാത്ര അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇനി 2 ഉറുമ്പുകളുടെ യാത്രാനുഭവ കഥ വായിക്കും. അപ്പൊ ഇതിനു മുമ്പ് നമ്മളൊരു യാത്രാനുഭവമാണ് വായിച്ചത് അല്ലെ. നമ്മൾ ഡങ്കായി മിങ്കായിന്റെ യാത്രാനുഭവം വായിച്ചു. അപ്പൊ ഇനി ഒരു യാത്രാനുഭവം, ഇനി എന്താണ്? 2 ഉറുമ്പുകളുടെ യാത്രാനുഭവ കഥയാണ് വായിക്കാൻ പറയുന്നത്. രസകരമായ സന്ദർഭങ്ങൾ പാഠഭാഗത്ത് വരച്ചു ചേർക്കും കൂടെ ചെയ്യണം. ഇവിടെ ചിത്രം ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ രസകരമായ ഭാഗങ്ങൾ എന്ത് ചെയ്യാം? ഒപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചു ചേർക്കും കൂടെ ചെയ്യുക. പാഠത്തിന്റെ പേര് സവാരി. 2 ഉറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു. സവാരി എന്ന് വെച്ചാൽ യാത്ര. പാറിപ്പറന്ന് മടുത്തു. ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു. അത് പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക? മിണ്ടാൻ പറഞ്ഞാൽ എന്താ? സംസാരിക്കാൻ കഴിയുക. നിർത്താനായി കുറെ ആംഗ്യം കാണിച്ചെങ്കിലും, എന്ന് വെച്ചാൽ കുറച്ച് ആക്ഷൻസ് കാണിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അപ്പൂപ്പൻ താടിക്ക് അതൊട്ടും മനസ്സിലായതുമില്ല. അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ. അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒരു ഉറുമ്പും ആളിറങ്ങാനുണ്ട് എന്ന് മറ്റേ ഉറുമ്പും ഒരു ഇലയിൽ എഴുതി കൊടുത്തത്. ഇല വായിച്ച അപ്പൂപ്പൻ താടി ഒരു മരച്ചില്ലയിൽ തൂങ്ങി പറന്ന് വഴിമാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ്. ഇനി എന്തു ചെയ്യും? വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു. ആളു കയറാനുണ്ടെന്ന് ഒരു ഇല എഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരു അപ്പൂപ്പൻ താടിക്കായി അവർ കാത്തുനിന്നു. ഇത് എഴുതിയത് ആരാണ്? ഷിനോജ് രാജ്. അപ്പൊ ഇത് കഥ, നമ്മുടെ മുഴുവൻ കഥയുള്ളത് ഏതാ? നമ്മൾ വായിച്ചു പോകുന്ന കഥകൾ എന്നതിനെടുത്ത ഒരു ഭാഗമാണ് നമുക്ക് നമ്മുടെ പാഠമായിട്ട് ഇവിടെ സവാരിയായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഇനി പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഉറുമ്പുകൾ തിരിച്ചു പോവാനായി കാത്തു നിന്നു. പക്ഷേ ഒരു അപ്പൂപ്പൻ താടി പോലും ആ വഴി വന്നില്ല. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? പറഞ്ഞു നോക്കൂ. ഉറുമ്പുകൾ ഇലയും ഉയർത്തിപ്പിടിച്ചു കാത്തു നിന്നെങ്കിലും ഒരു അപ്പൂപ്പൻ താടിയും വന്നില്ല. അത് കണ്ട് അവർ പതിയെ നടന്നു. കുറെ നടന്നപ്പോൾ ഒരു അരുവി കണ്ടു. ഒരു വലിയ ഇല തള്ളി വെള്ളത്തിലിട്ടു. ഇലയിൽ കയറി പുല്ലിന്റെ തണ്ട് തുഴയായി തുഴഞ്ഞു അവരുടെ വീട്ടിൽ തിരിച്ചെത്തി. ഇത് ഉറുമ്പുകളുടെ സവാരി കഥ. നിങ്ങൾക്കും യാത്ര ചെയ്തതിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ആ അനുഭവങ്ങൾ എഴുതും. അപ്പൊ നിങ്ങളുടെ ഒരു യാത്രാനുഭവമാണ് എഴുതേണ്ടത്. നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ യാത്രാനുഭവം എഴുതുക. ഞങ്ങൾ കുടുംബസമേതം കന്യാകുമാരി കാണാൻ പോയി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. രാവിലെ 4 മണിക്ക് തുടങ്ങിയ യാത്ര കന്യാകുമാരിയിൽ എത്തിയത് ഉച്ചയോടെയാണ്. ഉച്ചയ്ക്ക് ട്രെയിൻ ഇറങ്ങി ഭക്ഷണം കഴിച്ചു. പിന്നെ നേരെ പോയത് ബാലരാമപുരം എന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിറയെ കടകൾ ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു. അവിടെ നിന്ന് നേരെ പോയി ഞങ്ങൾ സന്ദർശിച്ചത് നെയ്യാറ്റിൻകര അമ്മച്ചിപ്ലാവായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ പോയത് പത്മനാഭപുരം കൊട്ടാരം കാണാൻ ആയിരുന്നു. കൊട്ടാരത്തിലെ കാഴ്ചകളെല്ലാം മനോഹരമായിരുന്നു. ശേഷം ഞങ്ങൾ പോയത് ശുചീന്ദ്രം ക്ഷേത്രത്തിലേക്കായിരുന്നു. ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം കുറച്ചു നേരം ക്ഷേത്രത്തിനടുത്ത് വിശ്രമിച്ചു. പിന്നീട് ഞങ്ങൾ കാറ്റാടിപ്പാടവും പൂക്കളുടെ കൃഷിയും എല്ലാം കാണാൻ തോവാള എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അവിടുത്തെ കാഴ്ചകൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. മടക്കയാത്രയും ട്രെയിനിൽ തന്നെ ആയിരുന്നു. അടുത്ത ദിവസം രാത്രിയാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത്. എനിക്ക് മറക്കാനാവാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ കന്യാകുമാരി യാത്ര. ഇതുപോലുള്ള ഒരു യാത്രാനുഭവം, നിങ്ങളുടെ സ്വന്തം യാത്രാനുഭവം എഴുതുക. ഇത്രയുമാണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റ് അപ്പൂപ്പൻ താടി എന്നുള്ള യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായില്ലേ? അതുപോലെ നിങ്ങൾ കാണാത്ത ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ കാണുക. നമ്മൾ എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.